കെ മുരളീധരനെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നു. പിന്നീട് ആർക്കൊക്കെ ഇരിക്കപ്പുറത്തിയില്ലാതായി. അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന കെ മുരളീധരനെ കൊണ്ടുവരുന്നതിന് മുമ്പ് സാറ് കെ കരുണാകരൻ കൊണ്ടുവന്ന ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ ജി കാർത്തികേയൻ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, എം.ഐ. ഷാനവാസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ അന്ന് തിരുത്തൽവാദികൾ. ഇതെല്ലാം ചേട്ടൻ പറയുമ്പോഴും ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ മക്കൾ രാഷ്ട്രീയം. അതെ, ഈ മക്കൾ രാഷ്ട്രീയത്തിൽ ചാണ്ടി ഉമ്മൻ വന്നു. ചാണ്ടി ഉമ്മനെ അദ്ദേഹം സ്വയമേവ കൊണ്ടുവന്നതല്ല, ചാണ്ടി ഉമ്മൻ അതിലേക്ക് വന്നതാണ്. തീർച്ചയായിട്ടും ബാക്കി ചേട്ടൻ പറഞ്ഞ പേരുകാരെ എല്ലാം പിക്ക് ചെയ്തതാണ്. ഉമ്മൻ ചാണ്ടി എന്ന് പറയുന്ന നേതാവ് പിക്ക് ചെയ്തവരാണ് ബാക്കിയുള്ള ഇപ്പോഴത്തെ നേതാക്കളെല്ലാം. പക്ഷെ ചാണ്ടി ഉമ്മൻ അതിലേക്ക് സ്വയമേവ വന്നതാണ്. അല്ല, ചാണ്ടി ഉമ്മനെ ഞാൻ കേട്ടിട്ടുള്ളത്, ചാണ്ടി ഉമ്മനെ ഉമ്മൻചാണ്ടി സാർ ഒരിക്കലും അത് ഡൽഹിയിൽ നിന്ന് പഠിച്ചതാ. ഈ ചാണ്ടി ഡൽഹിയിൽ നിന്ന് പഠിക്കുമ്പോൾ NSU ഉണ്ട് ഇവരുടെ. ഈ NSUവിലൊക്കെ വേണമെങ്കിൽ ഭാരവാഹിയാക്കാമായിരുന്നു. ഇവിടെ ഹൈബിയുടെ NSUവിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു, അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അന്നും അദ്ദേഹം മകന് വേണ്ടി ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കെ കരുണാകരൻ മകനെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കി. ഓർമ്മയുണ്ടോ നമ്മൾ സംസാരിച്ചത്? ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ള ഒരു വിഷയം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ സീറ്റിൽ തെന്നല ബാലകൃഷ്ണപിള്ളയെ നിഷ്കർണ ഇറക്കി വിട്ടിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ മുരളീധരനെ വെച്ചിട്ട് അതേ സമയത്ത് AK ആന്റണി മുഖ്യമന്ത്രി ആക്കി. അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോണ്ട. നമ്മൾ ഈ പറയുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇദ്ദേഹം കളിക്കുന്നത് വീർപ്പിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ അച്ഛനാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന് ഈ പറയുന്ന ഇതിനകത്തുള്ളവർക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രശ്നം കണ്ടാൽ ഒരു ബ്ലഡിലുള്ള കാര്യമാണ്. അതാണ് ഞാൻ പ്രശ്നം കണ്ടാൽ ഇറങ്ങും. പക്ഷെ ഇതിനു മുമ്പും അദ്ദേഹത്തിന് ഇറങ്ങാമായിരുന്നു.